നമസ്കാരം. ഇന്ന് ഇന്ത്യയിലെ രണ്ട് പ്രമുഖ ബിസിനസ് ഹബ്ബുകളായ കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള കൗതുകകരമായ ഒരു കമ്പാരിസണിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. രണ്ട് സിറ്റീസും അതുല്യമായ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും മികച്ചത് ബാംഗ്ലൂർ ആണോ അതോ കൊച്ചിയാണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ സിറ്റീസിന്റെ ഇക്കോണമിക് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് സംസാരിക്കാം. സിലിക്കോൺ വാലി ഓഫ് ഇന്ത്യ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ബാംഗ്ലൂർ IT ടെക്നോളജി സെക്ടറിലെ ശക്തി കേന്ദ്രമാണ്. ഇൻഫോസിസ്, വിപ്രോ, IBM തുടങ്ങിയ ഗ്ലോബൽ ടെക് ജയൻസിന്റെ കോട്ടയാണിത്. കൂടാതെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് ബാംഗ്ലൂർ. എയ്റോസ്പേസ് മുതൽ ബയോടെക്നോളജി വരെ ഇന്നോവേഷന്റെയും ഡൈവേഴ്സ് ഇൻഡസ്ട്രിയുടെയും കേന്ദ്രമാണ് ബാംഗ്ലൂർ. മറുവശത്ത് സ്ട്രാറ്റജിക് കോസ്റ്റൽ ലൊക്കേഷൻ ആയതിനാൽ കൊച്ചി ഒരു മേജർ മാരിടൈം ഹബ്ബാണ്. കൊച്ചിൻ പോർട്ടും ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലും ഷിപ്പിംഗിലും ലോജിസ്റ്റിക്സിലും നിർണായക പങ്ക് വഹിക്കുന്നു. ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്ക് പേരുകേട്ട കൊച്ചി TCS, വിപ്രോ തുടങ്ങിയ കമ്പനികളെ ആകർഷിക്കുന്ന ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവയിലൂടെ IT ഇൻഡസ്ട്രിയിലും അതിവേഗം വളരുകയാണ്. ഇനി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇന്റർനാഷണൽ എയർപോർട്ട്, എക്സ്റ്റൻസീവ് റോഡ് നെറ്റ്വർക്ക്സ്, വളരുന്ന മെട്രോ സംവിധാനം എന്നിവയിലൂടെ മികച്ച കണക്ടിവിറ്റി ബാംഗ്ലൂരിനുണ്ട്. എന്നിരുന്നാലും ട്രാഫിക് കൺജഷനിലും ഉയർന്ന പ്രോപ്പർട്ടി വിലയിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായും മേജർ ഹൈവേകളുമായും കൊച്ചി റോബസ്റ്റ് കണക്ടിവിറ്റി വാഗ്ദാനം ചെയ്യുന്നു. ഇത് കൊച്ചി മെട്രോയുടെ അനുബന്ധമാണ്. ഇവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് കൂടുതൽ അഫോർഡബിൾ ആണ്. ഇത് ബിസിനസ്സുകൾക്കും റെസിഡൻസിനും ഒരുപോലെ ആകർഷമായ ഓപ്ഷനായി മാറുന്നു. ജീവിത നിലവാരമാണ് മറ്റൊരു പ്രധാന ഘടകം. വൈവിധ്യമാർന്ന ഡൈനിങ്, എന്റർടൈൻമെന്റ്, കൾച്ചറൽ ഓപ്ഷൻസ് എന്നിവയ്ക്കൊപ്പം മികച്ച എഡ്യൂക്കേഷണൽ, ഹെൽത്ത് കെയർ സൗകര്യങ്ങളുള്ള ഒരു കോസ്മോപൊളിറ്റൻ ജീവിതശൈലിയാണ് ബാംഗ്ലൂർ വാഗ്ദാനം ചെയ്യുന്നത്. എന്നിരുന്നാലും ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ്, ട്രാഫിക് പ്രശ്നങ്ങളും വെല്ലുവിളി നിറഞ്ഞതാണ്. റിലാക്സ്ഡ് ലൈഫ് സ്റ്റൈലിന് പേരുകേട്ട കൊച്ചി കുറഞ്ഞ ട്രാഫിക് കൺജഷനിലും കൂടുതൽ അഫോർഡബിൾ ലിവിംഗ് കോസ്റ്റിലും മോഡേണും ട്രഡീഷണലുമായ ഇൻഫ്ലുവൻസ് സമന്വയിപ്പിക്കുന്നു. ബാംഗ്ലൂരിന് തുല്യമായിട്ടില്ലെങ്കിലും കൊച്ചി അതിൻ്റെ എഡ്യൂക്കേഷണൽ, ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സിന്റെ കാര്യത്തിൽ ബാംഗ്ലൂർ ഹൈലി സ്കിൽഡ് വർക്ക് ഫോഴ്സിനെ ആകർഷിക്കുന്നു, പ്രത്യേകിച്ച് ടെക്, എഞ്ചിനീയറിംഗ് മേഖലകളിൽ. കൊച്ചി ഒരു ടാലന്റ് ഹബ്ബായി ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് IT-യിൽ സിറ്റിയിലേക്ക് മാറുന്ന പ്രൊഫഷണലുകളുടെ എണ്ണം കൂടുന്നു. എഡ്യൂക്കേഷണൽ സെക്ടറിൽ വളരുകയാണ്. അത് ക്വാളിഫൈഡ് പ്രൊഫഷണൽസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫൈനലി ബിസിനസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് നമുക്ക് നോക്കാം. ഓഫീസ് സ്ഥലം, സാലറി, ലിവിംഗ് കോസ്റ്റ് എന്നിവ ഉൾപ്പെടെ ബാംഗ്ലൂരിൽ പൊതുവെ ഹൈ ഓപ്പറേഷണൽ കോസ്റ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ്, വേജസ്, മൊത്തത്തിലുള്ള എക്സ്പെൻസ് എന്നിവയുടെ കാര്യത്തിൽ കൊച്ചി കൂടുതൽ ചെലവ് കുറഞ്ഞ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് സ്റ്റാർട്ടപ്പുകൾക്കും സ്മോൾ ടു മീഡിയം എന്റർപ്രൈസസിനും അട്രാക്റ്റീവ് ചോയ്സ് ആയി മാറുന്നു. സോ നിങ്ങളുടെ ബിസിനസ്സിനായി ഏത് നഗരമാണ് തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾ ടെക് ഇൻഡസ്ട്രികളിലോ വൈബ്രന്റ് ഓൺട്രപ്രനോറൽ ഇക്കോസിസ്റ്റമിനായി നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ആണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. എന്നാൽ കടൽ വ്യാപാരത്തിൽ സ്ട്രാറ്റജിക് നേട്ടങ്ങൾ, കുറഞ്ഞ പ്രവർത്തന ചെലവ്, വളർന്നു വരുന്ന IT മേഖല എന്നിവ നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ കൊച്ചി നിങ്ങളുടെ പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആയേക്കാം. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.